സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ അന്തരിച്ചു. 20 വർഷം അബോധാവസ്ഥയിലായിരുന്ന വലീദ് ബിൻ ഖാലിദാണ് മരിച്ചത്. റിയാദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇരുപത് വർഷം അബോധാവസ്ഥയിൽ കിടന്ന പ്രിൻസ് വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ കഴിഞ്ഞ ദിവസമാണ് റിയാദിൽ മരണത്തിന് കീഴടങ്ങിയത്. ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് വലീദ് വിടവാങ്ങിയത് 35-ാമത്തെ വയസ്സിലാണ്. പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ അൽ സൗദാണ് മകന്റെ മരണവിവരം അറിയിച്ചത്. പഠനാവശ്യാർത്ഥം ലണ്ടനിലായിരിക്കെ 2005-ലാണ് വാഹനാപകടത്തിൽപ്പെട്ട് പ്രിൻസ് വലീദ് അബോധാവസ്ഥയിലാകുന്നത്. മകൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുകയായിരുന്നു പിതാവ്. ശതകോടീശ്വരനായ വലീദ് ബിൻ തലാൽ രാജകുമാരന്റെ അനന്തരവൻ കൂടിയാണ് മരിച്ച വലീദ് ബിൻ ഖാലിദ്. ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരന്റെ മൂത്ത മകനായി 1990-ലാണ് ജനനം. 15-ാമത്തെ വയസ്സിൽ UK ഒരു സൈനിക കോളേജിൽ പഠിക്കുമ്പോൾ റോഡപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായ പരുക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. തുടർ ചികിത്സക്കായി റിയാദിലെ കിങ് അബ്ദുലസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 2019-ൽ കൈവിരലുകൾ ചലിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് പുരോഗതിയൊന്നും ഉണ്ടായില്ല. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.